ഗായ്സ് ഇബ്രാഹിം എണീറ്റ് നിൽക്കോ. അങ്ങനെ ഗായ്സ് നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഉച്ചക്കത്തെ നമ്മളെ എല്ലാ ദിവസവും ഉച്ചക്കൊരു വീഡിയോ ഇടലുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വീഡിയോ വ്ലോഗ് ഇടും 2:30-ക്ക്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകളിൽ നിന്ന് ഏറ്റവും നല്ല കമൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് പിറ്റേ ദിവസം രാത്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ പുറത്ത് വിടുക. അതിന് പുറത്ത് വിടുന്ന ആൾക്ക് ഏറ്റവും നല്ല കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ട് ഓൽക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓൽക്ക് നമ്മൾ കൊറിയറായിട്ട് ഒരു സമ്മാനം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല കമൻറ്റ്, അതായത് ഈ വീഡിയോക്ക് ഇട്ടോളി. പിന്നെ നമ്മളെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് വരുന്നത്, എന്നും 2:30-ക്ക് ഇടുന്ന വ്ളോഗ് ഉണ്ടല്ലോ, സാധാ ഡെയിലി വ്ളോഗ്. ആ ഡെയിലി വ്ളോഗിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഈ വ്ളോഗിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചിട്ട് അതിലെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, ഉത്തരം തരും ചെയ്യും. പിന്നെ അതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്ത ആളെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളെ കമൻസുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആദ്യം, പിന്നെ ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് ഉള്ളി തൊലിക്കൽ മത്സരമാണ്. വേദിയിൽ ഉള്ളി തോലൊലിച്ച അല്ലേ കുഞ്ഞോളെ, നീച്ചിക്ക്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് കുഞ്ഞോക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഉള്ളി തൊലിക്കൽ മത്സരത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, കാരണം ഇവിടെ എല്ലാവരും കഴിഞ്ഞാൽ എനിക്കത് ഉപകാരപ്പെടും. ഉള്ളി തോലൊളിച്ചിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് പേസ്റ്റ് ആക്കാനൊക്കെ. അങ്ങനത്തെ ചലഞ്ചുകൾ കൊണ്ടുവരണം. വീട് പണികൾ കുറഞ്ഞ് അടുത്ത വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഈ മത്സരത്തിൽ വിജയിച്ചാക്കി നമ്മളെ ഒരു പേരിടും, അതായത് ഏറ്റവും നല്ല തൊലിച്ചി എന്നാണ് പേരിടുക. കാരണം ഉള്ളിയാണല്ലോ തൊലിച്ചത്. ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ച ആളെ നമ്മൾ തൊലിച്ചി എന്നേക്കാരം പേരിടുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ആയിഷ മൂനിക്കലിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നോക്കാം. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? കുഴപ്പമില്ലാത്തൊരു പണിയാണ്, കുഞ്ഞൊക്കൊരു ഉപകാരം ആയിക്കോട്ടെ. ഇത്രയും കാലം ഒരു തീറ്റ മത്സരം കുട്ടിനെയും കൊണ്ട് അതില് ജയിച്ചവർക്ക് പൈസയും കിട്ടും. എങ്ങനെ ജയിച്ചവർക്ക് പൈസയും കിട്ടും. ഒക്കെ ഉള്ളിയായി. അതെ, ജയിക്കണോൽക്ക് നമ്മൾ പൈസ ചില്ലറ പൈസയും കൊടുക്കുന്നതാണ്, അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും കൊടുക്കുന്നതാണ് അല്ലേ. ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ ഉള്ളിയല്ല 100 രൂപ സമ്മാനവും കൊടുക്കുന്നതാണ്. എന്താ ഇടക്കിടക്ക് ഇങ്ങനെ മിന്നുന്നുണ്ട്? കറണ്ട് പോയിക്കും വേറെ വയ്ക്കില്ലേലും ആദ്യം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലെ കമൻസുകൾ വായിക്കണം. അതിന് നമ്മൾ സോഫ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് മാറുന്ന ആ ടിഷ്യൻ എടുത്താണ് ടിഷ്യൻ എടുത്ത. കാരണം നമ്മൾ കമൻസ് ചെയ്ത ആൾക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗിഫ്റ്റ് ഒന്ന് നീച്ച് പോയിക്കാം. പോ സിതോട് മാറിക്കും. ഏറ്റവും നല്ല കമൻറ്റിനുള്ള സമ്മാനം. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ വന്ന കമൻസുകളാണ് ആദ്യം നമ്മൾ വായിക്കാൻ പോണത് കേട്ടോ. കുഞ്ഞോളെ ഫോൺ എടുത്താ. അപ്പം നമ്മൾ ഇന്നിട്ട വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിലെ ഗ്യാസ് മാത്രം പെട്ടെന്ന് തീരുന്നു. കാരണം ഇതാണ്, ഇത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് നമ്മൾ അധികം നമ്മുടെ വ്ളോഗ് ഇടൽ. അപ്പോൾ അതിൽ വന്ന കമൻറ്റ്, ഫസ്റ്റത്തെ കമൻറ്റ്, എടാ ആരാണ് ഒച്ചമുള്ള കടന്നാൻ്റെ ടൈം കഴിഞ്ഞു. കുഞ്ഞോൾക്ക് എത്രയൊക്കെ പ്രഷറുണ്ടോ, കുഞ്ഞോൾ പൊളിച്ചു. അൻസിപ്പിനോട് പൊരുതിയത് കൊണ്ട് 2 കുറ്റി ഗ്യാസ് കിട്ടിയല്ലോ. എപ്പോഴും ഉമ്മാൻ്റെ കൂടെയായിരിക്കും. ഇബ്രോ കറണ്ട് അടുപ്പ്. അതാരാണ് ഇതെന്ന് വെച്ചാൽ ഫെമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് ഈ ഭാഗത്തേക്കോ നിൽക്കണല്ലോ, എന്താ ഒരു കോർണറിലാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല. ആഷിക്ക് പറയുന്നത് കറണ്ട് അടുപ്പ് മേടിച്ചോളാം, കുടുങ്ങുമ്പോൾ ഉപയോഗിക്കാം. 3 സാഹിൽ ഇന്നലെ ഉച്ചക്ക് നിറക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിറച്ചില്ലേ, പാവം കുഞ്ഞോള്. പിന്നെ ആരിഫ് പറഞ്ഞത് ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ സഹിക്കും, ഗ്യാസ് തീരാനായാൽ
ടെൻഷനാണ്. അതുകൊണ്ട് ഗ്യാസ് തീരാനായാൽ കുഞ്ഞുങ്ങൾക്ക് നിറച്ചു കൊടുക്കാൻ അൻഷിഫയാണ്. അതൊക്കെ നല്ലൊരു കമൻറ്റ് കേട്ടോ. ഗ്യാസ് സ്റ്റോക്ക് വെച്ചൂടെ, കുട്ടികളുള്ള വീടല്ലേ. ആരാ പറഞ്ഞത് വെച്ചാൽ സാജിദ ഹനീഫ്. പിന്നെ മെഹർ പറഞ്ഞത് ഡിഷ് സ്പോഞ്ചിൽ ലിക്വിഡ് ഇട്ട് ലീക്കുള്ളത് തേച്ച് കൊടുത്താൽ നല്ല ബബിൾ വരികയാണ്, ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മുഹമ്മദ് അഫ്നാന് ഗ്യാസ് അടുപ്പിൽ നിന്ന് ആ ട്യൂബും റെഗുലേറ്ററും കൂടി കോരിയെടുക്കണം, കത്തിച്ചാൽ ഇനി ട്യൂബ് ലീക്കാവില്ലേ. അത് നമ്മളെ ഈ ഗ്യാസിൻ്റെ ഇതിൽ നിന്ന് നമ്മളങ്ങനെ ചൂടാക്കി എടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ആ റെഗുലേറ്ററുമ്പോൾ ആ പോരിൻ്റെ പൈപ്പ് കുറച്ച് പവർ ഉപയോഗിച്ച് വലിക്കണം. അപ്പോൾ ആ റെഗുലേറ്ററുമ്പോൾ പൈപ്പ് ചെറുതായിട്ട് പൊട്ടിയാൽ പിന്നെ ഓല് എന്ത് ചെയ്യില്ല, ഓല് മാറ്റി തരില്ല, റീപ്ലേസ് ചെയ്ത് തരില്ല. മറ്റേ നമ്മളത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഓല് പുതിയത് വേറെ തരും. മുഹമ്മദ് ബാസിത്ത് പറഞ്ഞത് ഗ്യാസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾക്ക് ഫുഡ് നേരത്തിന് വേണമെങ്കിൽ ഗ്യാസ് വേണം, കുട്ടികൾ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടല്ലേ അവൾ പറയുന്നത്, പാവം കുഞ്ഞോള്. നല്ലൊരു കമൻറ്റ് അല്ലേ, മനസ്സിലാക്കിയത്. പിന്നെ റഹ്മാൻ മഹബൂബ് വെറുതെ ചിരിച്ചിട്ടുണ്ട്. മുജീബ് റഹ്മാൻ എന്തിനാ അൻഷിഫെ നമ്മളെ കുഞ്ഞോളോട് ചൂടാകണെന്ന്. ഓ പിന്നെ എല്ലാത്തിലും ഒരു ചോദ്യമാണ്. അസീസ് ജുമാന് ചിരിച്ചിട്ടുണ്ട്. അൻഷിഫ്ക എനിക്കൊരു ഹായ് തരൂ, ഐ ആം ബിഗ് ഫാൻ ഓഫ് യു ജിന്ന, താങ്ക് യു. ഗ്യാസ് ഇനിയും നിറച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹബീബ് റഹ്മാൻ തന്നെ. സൻഹ സക്കീർ ചോദിക്കുന്നുണ്ട് ഒരു കത്രിക കൊണ്ട് മുറിക്കാൻ. ഗ്യാസ് ഇല്ലെങ്കിൽ പെണ്ണ് കുടുങ്ങുന്ന ബജീനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അൻഫി ക്യു എക്സ് പറഞ്ഞ ഫസ്റ്റ്. അസ്ലം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരൂലേ ഗ്യാസ് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ കരുതുന്ന ദിവസം അവരെ വരിക. പിന്നെ ഒരു ദിവസം തന്നെ നേരം വൈകിയ കുഞ്ഞുങ്ങളെ സ്വഭാവം മാറണുണ്ടല്ലേ. ഷജ്സ് വേൾഡ് ജുബ്രു എവിടെ ഇന്ന്. റിസ്വാന ഗ്യാസ് കഴിയുമ്പോൾ പെണ്ണുങ്ങളുടെ തനി സ്വഭാവം പുറത്തു വരും. കറക്റ്റാണത്. കുഞ്ഞുങ്ങളൊക്കെ സ്വഭാവം പുറത്ത് വന്നത് ആ ഒരു ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ചെയ്യല്. ഒന്ന് വെറൈറ്റി ആക്കിയത്. അപ്പോൾ വളർച്ച കിട്ടി. റയ്യാൻ കടൂരൻ ഓനൊരു കൊടൂരമായിട്ടുള്ള കമൻറ്റാണ് അധികം ഉണ്ടായാലും കേട്ടോ, റയ്യാൻ കടൂരാന്. പക്ഷേ ഇന്നിപ്പോൾ എന്താണോ ഇത്ര വലിയ വീടും സൗകര്യവും ഒക്കെ ഉണ്ടായിട്ട് 2 കുറ്റി വാങ്ങിക്കൂടെ അൻഷിഫ, ഇജ് കൗത്തിൽ മാലയും ഇട്ട് ബാബ ആയി നടന്നു. കുഞ്ഞോളൊരു ചുള്ളലെടുത്ത് ഒന്ന് കൊടുക്ക്, കുറച്ച് ഓവറാണ്. നല്ല കമൻറ്റാണ്. ഗ്യാസ് ഇല്ലെങ്കിലും കുഞ്ഞോൾക്ക് ലിപ്സ്റ്റിക്കിന് കുറവൊന്നുമില്ല. അതിന് ലിപ്സ്റ്റിക് ഇടാൻ ഗ്യാസ് വേണോ? അയ്യൂബ് എന്ന് ചിരിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിനോട് എല്ലാ വീഡിയോസ് എടുക്കുമ്പോഴും മുടി വെട്ടണമെന്ന് പറയും പക്ഷെ വെട്ടൂല, കാരണം മറക്കണ്ട് ഗൈസ്, ഓരോ തിരക്കിൽ അങ്ങനെ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മള് നാളെ മറ്റന്നാളെ കയറ്റി വെട്ടും. ചോറ് തിന്നാണ്ട് കുഴങ്ങിയാൽ പാൽ കുടിക്കുന്ന കുഞ്ഞില്ലേ, എന്നാലും അൻഷിഫ് കുടുംബത്തോട് സ്നേഹമുള്ളവനാ. ബുഷിറ താങ്ക് യു. അതെ, ഗ്യാസ് ഇല്ലെങ്കിൽ അടുപ്പിൽ കത്തിക്കണം. അവിടെ നല്ലൊരു അടുപ്പുണ്ടല്ലോ, അതായത് ഇവിടെ പട്ടാമ്പി അടുപ്പുണ്ട് കേട്ടോ ഗൈസ്. ഇന്നേ വരെ പാല് കാച്ചലിനല്ല, അത് ഒരു വെട്ടം അത് കത്തിച്ചുകൂടോന്ന് ചോദിച്ചു നോക്കണേ റാഷിദാൻ. അടുപ്പൊക്കെ വർഗ് വാങ്ങാൻ പറഞ്ഞാലേ കേൾക്കൂല. ഞാൻ ഇത് കൂട്ടിയിരുന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് ഒരു ലോഡ് വർഗടിച്ചേ ഇന്നെ കുടുങ്ങുമ്പോ അതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ അടുപ്പ് മതി. ചോറ് ഞാൻ എന്താ വെച്ചാൽ വിറക് വെക്കലില്ല, കാരണം വിറക് വെച്ചാൽ അതിൽ പാമ്പ് കയറിയിട്ടു. പിന്നെ ഓന അതുകൊണ്ടാണ്. ടൂക്കീസ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോക്കും നല്ല കമന്റ് തരുന്ന ഒരാളാട്ടോ ടൂക്കീസ് അല്ലേ. ഓനാണോ ഓളാണോന്ന് അറിയില്ല കേട്ടോ. ആരായാലും ഓല് എപ്പോഴും നമ്മളെ വീഡിയോക്ക് കമന്റ് ഇടും. ഗെയിമിംഗ് വിത്ത് MFK നിങ്ങൾക്ക് ഈസി കുക്ക് വാങ്ങിക്കൂടെ, എന്നാൽ ഗ്യാസ് തീരുന്ന സമയം ബുദ്ധിമുട്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. നമ്മൾ ഇലക്ട്രിക് കുക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, റൈസ് കുക്കർ. 2Keys25 കട്ടക്കലിപ്പ് കുഞ്ഞോൾ കട്ടക്കലിപ്പ് പറഞ്ഞിട്ട് 2Keys വീണ്ടും കമന്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കമന്റാണ്. ഷംസു കോഴിമടത്തിൽ ഫസ്റ്റ് നെയ്ക്കാരല്ലേ. സമ്മാതി ചോദിക്കണ നിസ്കാരമില്ല നിസ്കാരമല്ലോ നമ്മൾ പരവനാണല്ലോ നിസ്കരിച്ചല്ലേ, ചിലക്കാതെ പോടാവുന്നു. മുഹസിന റഹ്മത്തുള്ള ലൗച്ചിനിട്ടിട്ടുണ്ട്. അബ്ദുൽ അസീസ് ലൗച്ചിനിട്ടിട്ടുണ്ട്. ഷമി ലൗച്ചിനിട്ടിട്ടുണ്ട്. സാമിർ പറപ്പിലും ലൗച്ചിനിട്ടിട്ടുണ്ട്. മെഹബിൻ അഫ്സലും ലൗച്ചിനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് കമൻറ്റ്. അപ്പോൾ നമ്മൾ ചുരിദാറിന് അർഹമായിട്ടുള്ള, അതായത് നമ്മുടെ സമ്മാനത്തിന് അർഹമായിട്ടുള്ള കമൻ്റ് അടിച്ചത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെമിൻ 6964 ഇവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമായിട്ടുള്ള അൻഷിഫ് മുനിക്കൽ എന്നതിലേക്ക് ഇവരെ യൂട്യൂബിൻ്റെ
ഈ മെയിൽ ID നിൽക്കുന്നൊരു സ്ക്രീൻഷോട്ടും അയക്കുക. പിന്നെ എന്താ നിങ്ങളെ അഡ്രസ്സ് അയച്ചു തന്നാൽ നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫെമിൻ 6964 എന്ന ആളോട് കുഞ്ഞോക്ക് ഇത്രയൊക്കെ പ്രഷറുണ്ടോ, കുഞ്ഞോൾ പൊളിച്ചു, അൻഷിഫിനോട് പൊരുതിയത് കൊണ്ട് 2 കുറ്റി ഗ്യാസ് കിട്ടിയല്ലോ, എപ്പോഴും ഉമ്മാൻ്റെ കൂടെ ആയിരിക്കും ഇബ്രു. അതായത് ആ വീഡിയോ കറക്റ്റ് കണ്ട ആൾക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. കാരണം കുഞ്ഞോൾ ആ പ്രഷറും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് 2 കുറ്റി ഞാൻ കൊണ്ടുവന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് വീഡിയോ ഫുള്ള് കണ്ടാലേ നമുക്ക് ആ ഒരു കമൻറ്റ് അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കൂ ഇതിൽ കമൻറ്റ് അടിക്കുമ്പോൾ. നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടുള്ളൊരു കമൻറ്റ് ആണോ ഇതിനെക്കുറിച്ച് പറയണത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കമൻറ്റിനാണ് നമ്മൾ ഈ ഒരു സമ്മാനം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫെമിൻ 6964 എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്. അപ്പം ഇനി നമ്മൾ ചലഞ്ച് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചലഞ്ച് വീഡിയോയിൽ നിങ്ങൾക്ക് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് ഉള്ളി തൊലിച്ചലാണ്. ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്താനുള്ള മത്സരമാണ് ഇന്ന് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഉള്ളി തൊലിക്കൽ മത്സരം. ആ ഓക്കെ, അങ്ങനെയുണ്ടോ? അപ്പം ഇനി നമ്മൾ ചലഞ്ചിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ സോഫ നമുക്ക് ബാക്കിൽ കിടക്കാം അല്ലേ? കുട്ടീനെ നിർത്താൻ സോഫ ബാക്ക്. എടാ ഇബ്രാഹിം, ഈ നേന്ത്രപ്പഴം ഇതൊക്കെ ഒന്ന് കൊണ്ടയച്ചാ എല്ലാവരും പാഞ്ഞൊക്കെ ഇതിന് മുന്നിൽ ആൾക്കാർക്ക് ഈറടിച്ചില്ലേ? അത് പിടിച്ചാ എന്ത്, നിങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പോകാം, അതുവരെ ഇരുന്നാൽ മതി. ഓക്കെ? ഇല്ലല്ല, ചലഞ്ച് കഴിയോളം നിങ്ങളെ നടക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ആക്കുന്നതാണ്ട് ഒരു പാട്ട് അടിക്കുള്ളൂ ഇവിടെ നിന്ന്. അപ്പുറം പാടാണ്ടോ? ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഒരു പാട്ട് പാടണോ? എന്നാ ചേച്ചി എൻ്റെ സ്കൂളത്തെ ഒരു പാട്ടാണ്. ആയിക്കോട്ടെ. പാടം വഴി പൂരം പൊടി പൂരം അമ്പലമുറ്റത്തയ്യ ആനരുന്നത് കണ്ടില്ലേ, ഇന്നാണല്ലോ ആറാട്ട് ഇയാങ്കൂട്ടെ ചോറുപ്പ് ഉണ്ണിക്കുട്ടന് സന്തോഷം ഊനാലാട്ടം തെറിയാട്ടം ഋഷികൾ പലരും വരുമോലോ എന്നും അത്ര തന്നെ മൈക്കമ്മങ്ങനെ കളിച്ചാനല്ലേ പറഞ്ഞിട്ടോ. സോറി. പാടം പേര് പൂരം പൊടി പൂരം അമ്പലമുറ്റത്തയ്യ ആനരുന്നത് കണ്ടില്ലേ, ഇന്നാണല്ലോ ആറാട്ട് ഇയാങ്കൂട്ടെ ചോറോട്ട് ഉണ്ണിക്കുട്ടന് സന്തോഷം ഊനാലാട്ടം തെറിയാട്ടം ഋഷികൾ പലരും വരുമോലം എന്നും പൂരം പൊടി പൂരം ഏത്തക്കുലകൾ വാങ്ങേണ്ടേ ഐസ്ക്രീം ഇത്തിരി നുണയേണ്ടേ ഒത്തിരി പൂത്തിരി കത്തിക്കാം ഓരോ പാട്ടുകൾ പാടിയിടാം ഔസേ പണ്ണൻ വരും ഇപ്പോൾ അങ്കനമാരുടെ കളിക്കാണം. താങ്ക് യു, വെൽക്കം. അപ്പം ഇനി നമ്മളെ ജിബ്രാനാണ് അടുത്തതായി വേദിയിൽ ഉള്ളി കൊണ്ടുവരാൻ പാത്രത്തിന് പോയതാട്ടോ കുഞ്ഞോള്. അപ്പോൾ ആ പാത്രം വരുവോളുള്ള പാട്ടുള്ളൂ. പാടിക്കോ. വേദിയിലേക്ക് ഉള്ളി നടന്നു വരികയാണ് ഗൈസ്. മീനാശി കുട്ടികളാണ്ടോ തലവാശി അപ്പൊ ഇനി നമ്മളെ കുട്ടികളോടൊക്കെ പോയി കടന്നുറങ്ങാൻ പറയാണ്. നമ്മള് ഇത് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ 3 നിന്നാണ് പോയി കടന്നുറങ്ങടാ. എന്നെ സ്കൂളിൽ നിന്ന് എനിക്ക് അല്ലെങ്കിൽ ഉറക്കല്ല എന്ന് പറഞ്ഞു. അയച്ചല്ലല്ലോ തീരുമാനിച്ചു. ഇത് സ്കൂളിൽ നിന്ന് ഉറങ്ങാൻ ഇവിടുന്ന് ഉറങ്ങിയാൽ മതി. സ്കൂളിൽ നിന്ന് ഉറങ്ങലും ഉറങ്ങാത്ത എൻ്റെ ഇഷ്ടം. ഹലോ വലൈക്കും സ്ലാം. ആ ഓക്കെ, ഞാൻ ഓൺലൈനിൽ അടിച്ചോളാം. ഞാൻ നോക്കിക്കോളാം. ഇവിടെ നോക്കാം. ഓക്കെ.
അച്ഛൻ്റെ കൈ കുടുംബത്തിൽ തിരിച്ചു പോയിക്കാടുന്നു അവിടെ പോയിക്കാടുന്നു മൈക്കത്തോട്ട് അപ്പൊ ഗൈസ് മൂത്രമൊഴിച്ചാ പറയും അവല് മൂത്രമൊഴിച്ചോളൂ. അപ്പൊ ഗൈസ് വേദിയിൽ അല്പസമയത്തിനകം ഉള്ളി തൊലിക്കൽ മത്സരം, അതായത് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഒന്ന് മൂനിക്കൽ ആയിഷ, അതായത് അൻഷിഫ് മൂനിക്കലിന്റെ ഉമ്മ, ഒന്ന് നജ്മ CV, അതായത് അൻഷിഫ് മൂനിക്കലിന്റെ മാമ, ഒന്ന് റാഷിദ CP, അൻഷിഫ് മൂനിക്കലിന്റെ ഭാര്യ, പിന്നെ നമ്മുടെ ചിഞ്ചുറാണി പെങ്ങന്മാർ. ഇവരൊന്നും ഇല്ല കേട്ടോ, ചിഞ്ചു വിരുന്ന് വയ്ക്കാണല്ലോ അമ്മ. അപ്പോൾ ഇവരൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ലൈവല്ല, വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഭാഗമായി ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിക്കുന്ന ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മത്സരം. 100 രൂപയാണ് ഇതിൽ സമ്മാനമായി ലഭിക്കുക. ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ച് ആദ്യം ആരാണോ തീർക്കുന്നത്, അതായത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ് ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വിജയിക്കുന്ന ആൾക്ക് 100 രൂപ പ്രോത്സാഹന സമ്മാനവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊമെൻറ്റോ ആയിട്ടുള്ള പ്രസ്തുത നാമനിർദ്ദേശ പത്രികയും സമർപ്പിക്കുന്നതാണ്. നാമമായ ഏറ്റവും നല്ല ഉള്ളി തൊലിച്ചവർക്ക് നമുക്ക് നാമം കൊടുക്കുന്നത് തൊലിച്ചി എന്നാണ് നമ്മൾ നാമം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ബെസ്റ്റ് തൊലിച്ചിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മത്സരമാണ് വേദിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്നാലേ മത്സരം ആരംഭിക്കല്ലേ? ആദ്യം നിങ്ങൾ എങ്ങനെയാണ്? കത്തി എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാ? അച്ഛൻ അത് ആദ്യം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, വേണ്ട. അത് ടോസ് ഇട്ട് കാണാൻ തീരുമാനിച്ചു. അതങ്ങനെ ഓരോരുത്തർക്ക് മതി പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കൊണ്ടുപോയി ഞാനൊരു കാര്യം പറയാം. അങ്ങനെയല്ല, ദിമ്മാക്കി ചിലപ്പോൾ ആ കത്തിയാണ് മണ്ടേന്നുണ്ടെങ്കിലോ കേട്ടോ, വേണ്ട. കത്തി 3 ആൾക്ക് കൊടുത്തിരി. അപ്പൊ 3 കത്തികളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഏത് കത്തി ഇവർക്ക് പരസ്പരം കാരണം ചില കത്തിക്ക് മൂർച്ച ഉണ്ടാവും, ചില കത്തിക്ക് മൂർച്ച ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള കത്തി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വിഭാഗീയത കാണിക്കാതെ എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരു കത്തി എടുത്തുകാണ്ട് ഞാൻ വലത് കയ്യിൽ പിടിക്കും ബാക്കില്. എന്നിട്ട് അത് ആർക്ക് വേണം എന്നുള്ളത് ഓർക്ക് തീരുമാനിക്കാം. അങ്ങനെ അത് ഇത് എനിക്ക് എന്ന് പറയാന് ഇല്ല, വലത് ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിക്കും ഞാൻ. ആ കത്തിയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുക. ഓക്കെ, അതായത് ഞാൻ എൻ്റെ കയ്യിലൊരു കത്തി വെക്കും. ഞാൻ ഇവിടെ നിന്ന് ചോദിക്കും ഞാൻ. അപ്പം എൻ്റെ കയ്യിലുള്ള കത്തി ഞാനിവിടെ 3 കത്തി ഇവിടെ വെച്ചിക്കണേ. ഞാനൊരു കത്തി എടുത്താണ് ഞാൻ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വെക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാതെ. എന്നിട്ട് ഈ ഫസ്റ്റ് പിടിച്ച കത്തി ആർക്കാ വേണ്ട ചോദിക്കും. ശിശ ബേബിനെ ചവിട്ടല്ലേ. അപ്പൊ ആദ്യം കത്തി വിതരണ നടക്കുന്നത്. വേദിയിൽ വമ്പിച്ച കത്തി വിതരണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു കത്തി എടുത്താണ് വെക്കുകയാണ്. അത് നിങ്ങൾക്ക് ആർക്കും പറയാം. ആർക്കാണ് കത്തി? ആദ്യത്തെ കത്തി ആർക്കാ വേണ്ടത്? മകെ ദാ. രണ്ടാമത്തെ കത്തി ആർക്കാ വേണ്ടത്? ആരാണ്? ഒരാൾ തീരുമാനിച്ചു. ദാ. മൂന്നാമത്തെ കത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമല്ലവർക്ക് ഇനി ഈ കത്തി വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് 2 ആളെ സമ്മതം അങ്ങോട്ടും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ കത്തി വേണമെങ്കിൽ മാറ്റാം. അങ്ങനെയല്ല, ഇങ്ങക്ക് ഇഷ്ടമല്ലത് വാങ്ങാം, മനസ്സിലായോ? അപ്പൊ ഗൈസ്, വേദിയിൽ അല്പസമയത്തിനകം ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി തൊലിക്കൽ മത്സരമാണ് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനലിൽ ഓടി വരൂ തൊൽച്ചി കോമ്പറ്റീഷൻ. തൊൽച്ചി കോമ്പറ്റീഷൻ ആണ് വേദിയിൽ അല്പസമയത്തിനകം അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ? മണിക്കൂറൊന്നുമില്ല. ഏറ്റവും ഫസ്റ്റ് ആരതാണോ തീരുന്നത്, അതായത് ഉള്ളി ഞാൻ ചെക്ക് ചെയ്യും. ഉള്ളിന്മ തൊലി ഉണ്ടാകാൻ പാടില്ല, ഒരു തുള്ളി തൊലി ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇതും കളയണം, ഇതും കളയണം, വൃത്തി നോക്കണം. അതെ. അപ്പൊ മത്സരം ആരംഭിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്.
ആ അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ഉണ്ടാവും തന്നെയാണ് വാങ്ങിയത് അത്. അപ്പ് 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 ഇമ്മതിന്റെ മുന്നേ തൊലിച്ചു വെച്ചിരിക്കണത് ഇതെങ്ങനെയാണ് പിന്നെ അങ്ങനെ തൊല്ലിയത്? മത്സരം തുടങ്ങണതിന് മുന്നേ തന്നെ തൊലിഞ്ഞിക്കണല്ലോ ഇത്. കത്തി ഉണ്ടോ നോക്കിയതല്ല, കത്തിക്ക് മൂർച്ചുണ്ടോ നോക്കിയത്. ആ നിങ്ങള് മറ്റേ ജിബ്രാന്റെ മാതിരി ഇത് ടേബിൾ നിലത്തൊരു ഉള്ളി ചാടിയാല് പിന്നെ ലാസ്റ്റ് മത്സരം കഴിഞ്ഞിട്ട് ഈ കാര്യം ചിലപ്പോൾ നിങ്ങൾ തൊലിച്ചു. അതേപോലെ ഇതുമ്മ തൊലി ഉണ്ടെങ്കിലും നിങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യം തൊലിച്ചേണ്ടി വരും. അപ്പോൾ തന്നെ മറ്റേ ആൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യും. അപ്പൊ തൊലിച്ചുമ്പോ ഫസ്റ്റ് തന്നെ നല്ല ഇതാക്കുക. ആരെങ്ങളോട് കൊടുക്കാൻ പറഞ്ഞു സിധു ടിഷുമാനെ നോക്കിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിധുവിന്റെ ഒരു പാട്ടുണ്ടാവട്ടെ, ഒരു പാട്ട് പഠിച്ചോ സിധു. മറിച്ചത് നീയല്ല ഞാനാണ് മുസ്ലിമേ. ഗൈസ് മത്സരം പോലെ അങ്ങനെ നടത്തിക്കോട്ടെ. ഞമ്മക്കേ നല്ല ബീഫും അത് വെന്തിക്കണടി. എന്തൊക്കെയാണ് അതിൽ ഇട്ടിക്കണത്? ബീഫിന്റെ എല്ല്, ആ പിന്നെ കുമ്പളങ്ങ, ആ പൂള. ബീഫിന്റെ കടിച്ചാ പൊട്ടണ എല്ലില്ല, അത് വാങ്ങിക്കൊണ്ട് നിങ്ങനെയാ. അതും കൂട്ടിയിട്ട് ഞാൻ വില കൊതിപ്പിക്കട്ടെ കേട്ടോ. മത്സരത്തിന്റെ വഴി തിരിച്ചു വിടാൻ വേണ്ടിട്ട് നമ്മള് എന്ത് ചെയ്യും? തൂമിച്ചിട്ടൊന്നുമില്ല, ഒന്നായിട്ടാണ് മണ്ടിച്ചെന്ന് തുറക്കണ്ടത്. അതിന്റെ ദമ്മ് പൊയ്ക്കണോ നോക്കിക്കോ, അല്ലെങ്കിൽ ഇമാരിയമ്മ തോലുണ്ട് കേട്ടമ്മ. അടുത്തു നോക്കി 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 അങ്ങോട്ടൊക്കെ നോക്ക. നോണ അറിയല്ലേടി, നോണ പറയല്ലേ. അതെ അതല്ലേ അത് ഓള് ഞാൻ പേക്കാൻ വേണ്ടിയാണ്ടേ ഞാൻ കണ്ണാണഞ്ഞിപ്പണ്ടേ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ണാണയറ്റേക്കാരോ ഉണ്ടെങ്കിൽ തന്നെ കണ്ണാണയറ്റേക്കാരോ. കണ്ണാണാത്തതിൽ കൂട്ടുവെക്കുമല്ലോ, കണ്ണാണാത്തതിനൊന്നും മുൻഗണനല്ലോ പരിഗണനല്ലോ. അതിലേ ഓള് അവിടെ തൊലിണ്ട് ഇവിടെ തൊലിണ്ട് അറിയാം. അപ്പൊ ഞാൻ പറയച്ച് കണ്ണാണയറ്റേക്കാരോ. ഇങ്ങനത്തെ വെക്കട്ടോ ചലഞ്ചുകള്. നാളെ വെളുത്തുള്ളി, നാളെ കടുക് മത്സരം. കടുക് ഒരു പാക്കറ്റിൽ എത്ര കടുകുണ്ട്? കടുകൊക്കെ എണ്ണി ചെയ്യുമ്പോത്തിന് 2 നേരം വെളുക്കും. മത്സരമിതാ ആരംഭിച്ചിരിക്കുന്നു. 1/2 കിലോ ചെറിയ ഉള്ളി ആരാണ് ആദ്യം തൊലി കളയുന്നത് എന്ന് നോക്കാനുള്ള വമ്പിച്ച തൊലിച്ചി കോമ്പറ്റീഷൻ. ശരിക്കും ഇതിൽ നിങ്ങൾ പങ്കെടുത്താ മതി. നിങ്ങക്ക് ഇപ്പൊ ജയിച്ചും കൂടി വേണ്ട നിങ്ങക്ക് തൊലിച്ചിയാകാനി. ഇപ്പാണ് പറയാ ആ പരിപാടിക്ക് നമ്മളില്ല. ഞാൻ ഇപ്പാനോട് ഞാൻ പറഞ്ഞേ നിങ്ങൾ ചലഞ്ചിനൊന്നും കൂടണ്ട, നിങ്ങൾ ഞങ്ങളൊപ്പം പോന്നാ മതി. ചിഞ്ചു ലേറ്റാണ് പറഞ്ഞാണ്ട് അങ്ങനെ ഒപ്പം കൊണ്ടുപോയി നിക്ക. മേലുണ്ടല്ലോ ബേബി. ഇപ്പൊ അത് കട്ടിച്ചോ? മല കഴിഞ്ഞോ? ആ മല കഴിച്ചു. ആദ്യം വലുതാ നന്നാക്കണത്, ലാസ്റ്റ് ചെറിയ പണി കിട്ടും. ലാസ്റ്റ് പണി കിട്ടുമെന്നറിയാം. എന്താ വലുതെടുത്തച്ചാലോ? വലുതാണ് ഇപ്പൊ നന്നാക്കണത്. അങ്ങനെ അങ്ങനെ ആ ഞങ്ങൾ ഉള്ളിമക്ക കണ്ണ് എങ്ങനെ വർത്താനം പറയാ? കല്യാണത്തിനും കൂടി കജ്ജിന് കജ്ജിന് തൊട്ടും വർത്താനം പറഞ്ഞ മാമാക്ക് കയ്യടയിൽ തുടങ്ങിയെന്ന് പോയി വൈക്കോളി. അന്റെ കൊത്തി മൂർച്ചല്ലേ അതിന്റെ കുറ്റല്ല, നിങ്ങൾക്ക് കിട്ടിയതല്ലേ. നിങ്ങളാണ് രണ്ടാമത്. ഞാൻ ജഡ്ജഭാവം കൊണ്ട് കണ്ട് തന്നത് എനിക്കട്ടോ. അല്ലെങ്കിൽ ഓൻ പറഞ്ഞല്ലേ മാറ്റി മറിച്ചാന്ന്. രണ്ടാക്കും താല്പര്യം ഉണ്ട്, എനിക്ക് താല്പര്യം ഇല്ല. ഇനി വലിയതും നോക്കേ വായിലിടുന്ന നോക്കേ. കയ്യാനായോ?
500 ഉള്ളിച്ചേ. പക്ഷെ വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു സമാധാനം ഇല്ലേ, അതില് നല്ല കയമ്പുണ്ട്. എത്രക്കാണ് എല്ല് എത്രക്ക? ₹240 കിലോക്ക്. കിലോക്കോ? പിന്നെ എങ്ങനെയാ വലിയ ഇതില്ലാതൊക്കെ എല്ല് രസമില്ലാക്കുക കയമ്പില്ലാക്കുക? രസമുണ്ടോ? നെയ്യുണ്ട് അല്ലേ? നെയ്യ് കൊറേ ഞാൻ ഒഴിവാക്കി. നല്ല എല്ലും, അതായത് കടിച്ചാ പൊട്ടണ എല്ലില്ല, എന്താണ് അതിന് പറയാ, കൊണ്ടപ്പനല്ലോ, കടിച്ചാ പൊട്ടണല്ലേ, അങ്ങനെ എന്തോ ഒരു എല്ല്. അടിച്ചാ പൊട്ടണ എല്ല് നല്ല. പിന്നെ എന്താ പറയാ, കന്തപ്പനല്ലോ. കാന്തപ്പനല്ലേ? ഒറ്റ കടിച്ചാ പൊട്ടണ എല്ലിന് വേറെ വെന്നെല്ല്. വെന്നെല്ല് കൊണ്ട് രസമുണ്ടോന്ന് അറിയൂല, ചൂടോണ്ട് രസമുണ്ടോന്ന് അറിയില്ല പറയാ. ഞാൻ കാക്കൂനോട് പറഞ്ഞു പച്ചവായ്ക്ക് വാങ്ങാൻ, നല്ല രസമാണ് അല്ലേ? പച്ചവായ്ക്കൂടി ഇടണം, നല്ല രസം. എന്ത് കുഞ്ഞോത് കഴിഞ്ഞു. കുഞ്ഞോട് തൊലി അതിനൊക്കെ ഞാൻ അലൈനർ ഇട്ടിക്കണൊക്കെ. നിങ്ങളൊക്കെ ഇപ്പൊ തൊലി എന്താട്ടണേ? ഇതാണ് മേശമക്ക്. ഞാൻ തീക്കണ ഇടുന്നത്. ആരവിടെ പാട്ടിട്ടുണ്ട്? പാട്ടുണ്ടല്ലോ. ചിക്കനൊക്കെ ചൂടാറിയിട്ട് തിന്നട്ടാ, രസമുണ്ടോ? പക്ഷെ എന്തൊക്കെയാ ചെയ്യാണ്ടല്ലേ, ഭൂമിച്ചിട്ടില്ലതേ. കടിച്ചാ പൊട്ടുന്നില്ല, കടിച്ചിട്ട് പൊട്ടുന്നില്ലല്ലോ. അങ്ങനത്തെ എല്ലിന് ഞാൻ 200 ചില്ലാനൊന്നും കൊടുക്കണ്ട. ഇനി ഇജ്ജ് കൊടുത്തത് എന്റെ ഒരു ചോദിച്ചതാ, പറ്റിച്ചതാ. 540 ഇറച്ചി വാങ്ങി. ബീഫ് എടുത്തില്ല കേട്ടോ, അതിന് നാളെ എടുക്കാം, അതുണ്ടായതുകൊണ്ട്. ചെല്ലുമ്പോ ഇറച്ചി വേറെ രസമാണ് ഗൈസ് അല്ലേ? അതാണ്. നിനക്ക് വേണോ? ഓലെ കാണും അത് ഇപ്പൊ കാണത്, കാണുമ്പോ കാണൂലേ? അത് ശരി. അപ്പൊ ഇതിന് കഴിഞ്ഞിക്കാണോ? എന്താ വേണ്ടേ? കുമ്പളങ്ങായ കുമ്പളങ്ങന്റെ ആളാണോ ഞാൻ? നിങ്ങളോട് പറയാനെന്താ, നല്ല കുമ്പളങ്ങയും ബീഫും എല്ലും അല്ല പൈക്കണം. നേരത്തെ ഉച്ചക്കുണ്ടല്ലേ ഈ കുമ്പളങ്ങ കറിയൊക്കെ കുടി ചോറുന്നാല്. ഞാൻ കഞ്ഞി വെച്ച് പോന്നിക്ക. കഞ്ഞിയോ? തേങ്ങാച്ചോറൊക്കെ വാങ്ങിക്കില്ല. നിങ്ങൾ നേർച്ചച്ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ? നേർച്ചോറക്കാണല്ലേ? ഓള് 5-6 ദിവസം നിൽക്കുന്ന പറഞ്ഞു. 5-6 ദിവസം നിൽക്കുന്ന പറഞ്ഞു. ഓള് ഇന്ന് കരുവാരത്തേക്ക് പോകുന്നില്ല. എന്റെ കണ്ണാണ് എരിയല്, പക്ഷെ എന്താ കരുവാരം കൊണ്ടൊക്കെ കുത്തണ വെച്ച് നമ്മൾ മുള്ളി മുണുങ്ങാൻ പറ്റൂല കേട്ടോ. എന്തേ? അല്ല, മുണുങ്ങി വിടരുത് തരാ, നന്നാക്കാൻ പഠിച്ച പച്ചക്ക് തോന്നും ചിലപ്പോ. എന്തായാലും ഉള്ളിയോ ചോദിച്ചു തോനുണ്ടോ? എന്റെ നന്നാക്കിയിട്ടു മൂർച്ച എന്റെ കത്തി നിർത്തുകാണ്ടേ കയ്യിലില്ല. എല്ലാവർക്കും അരക്കിലോ അല്ല ഈ മോൻ ചോദിച്ചില്ലേ? 3 കീസിലാക്കി തരാൻ പറയാ നിങ്ങള്. അപ്പൊ എന്തിനാണ് ചോദിച്ചത് 3 കീസിലാക്കണേ? 3 കുട്ടികൾക്ക് കൊടുക്കാനാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ എന്തിനു 3 പീസ്? ഞാൻ പറയാം, ഞാൻ പാവം കൊടുക്കുന്ന ആള്, വെറുതെ വില എത്തിക്കോട്ടെ. അതിന് വെറും ഉള്ളിയാണ് കൊടുക്കണ വെച്ചോ? അത് കുറച്ച് വേറെ സാധനം കൂടി ഇട്ടരാറി, പാവങ്ങൾക്കല്ലേ ഏതായാലും പറയാ പോലെ. മേത്താതെ കഴിഞ്ഞു. താത്താന്റെ പറ്റും കണ്ണിന് നിറൽ തുടങ്ങിട്ടോ. നാളെ എങ്ങനെയാ വെച്ചാല് ഓരോരുത്തർക്ക് ഓരോ കിലോ ഓറഞ്ച്. അതൊക്കെ ആണെങ്കിൽ തൊലിച്ചും ചെയ്യാ തിന്നും ചെയ്യാ. കയ്യോടെ തൊലിച്ചാൻ പറ്റുള്ളൂ.
അല്ലാതെ പിന്നെ തൊള്ളിയും കൊണ്ട് തൊഴിച്ചോ ഒരു കൈ കൊണ്ട് ഒരു കൈ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനെ തന്നെ അല്ലേ ഇനിയിപ്പം നാളും അങ്ങനെ തന്നെ ഇനി അത് തൊലിച്ചിട്ട് അവിടെ തന്നെ തിന്നുക. അതൊക്കെ ഒരൊക്കെ തിന്നാനാണ് വെച്ചാത്ത് തൊലിച്ചലാണെങ്കിൽ കഴിച്ചു. നമുക്ക് തിന്നാൻ കഴിയില്ല. അതിലെ പുളിയ മധുരാണെങ്കിൽ പിന്നെ എന്നാലും അധികം ഒന്നും അപ്പൊ തിന്നാം. അതിനെന്താ പേര്? പുളിച്ചിയ. ഏറ്റവും ബെസ്റ്റ് പുളിച്ചിയെ കണ്ടെത്താനുള്ള ഓറഞ്ച് തീറ്റ മത്സരം നാളെ ഉണ്ടായിരുന്നതാണ്. ഇമ്മേഞ്ചത് കയ്യണില്ലല്ലോ, എത്ര മോനുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ്. പിന്നെ ഇമ്മാനാണ് ഫസ്റ്റ് ഇമ്മാക്ക് പേരിട്ട് പേര് കിട്ടിയാ വിളിച്ചാൻ പറ്റുമോന്ന് മാമ? അത് കേട്ടേ, അതായത് അഥവാ അമ്മാക്കാണ് പേര് തൊലിച്ചില്ല പേര് കിട്ടിയാലേ മാമ കഴിച്ചാണിച്ച് മൂത്തച്ഛനെ അത് വിളിച്ചാൻ പറ്റുമോ? തൊലിച്ചത് മൂത്ത നാത്തൂനല്ലേ, കുഞ്ഞോളും തന്നെ അതന്നെ. ഏതാ ഓരോരുത്തരുടെ ചോദ്യം നോക്കാണികള്. അതായത് എന്റെ തൊലിച്ച് കഴിഞ്ഞു ചോദിച്ചാൽ കുഞ്ഞോളും മാമൊക്കെ ഓലൊക്കെ മനസ്സിലാദ്യം ഉണ്ടാവും ഈ ഒരു സംശയം. അഥവാ ഇമ്മഞ്ഞ് ജയിച്ചുകാണ്ട് ഏറ്റവും ബെസ്റ്റ് തൊലിച്ചായി മാറിയാല് അമ്മായിമാനെ തൊലിച്ചെന്ന് വിളിച്ചാൻ പറ്റുമെന്നാണ് ഓല സംശയം. അത് വിളിച്ചാൻ വേണ്ടി ഞങ്ങള് വരെയും പോകും. ഉമ്മാനെ തൊലിച്ചെന്ന് വിളിപ്പിച്ചാൻ വേണ്ടിയാണ് ഉമ്മാനെ ജയിപ്പിക്കൂല. അത് പറയുന്നത് അമ്മാനെ കിട്ടിയിട്ടില്ല വേണ്ട, തൊലിച്ചെന്ന് വിളിച്ചാൽ മതി. ഇതിനെങ്കിലും ഒന്ന് ഫസ്റ്റ് വാങ്ങണമെന്നില്ല. ഉമ്മാക്ക് വരെ കിട്ടിയിട്ടില്ലല്ലോ. എത്ര പണി ഇതിന് കൂടിയിട്ട് അത് ഇവിടെ സെന്റിമെന്റലൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. നിങ്ങളെ ഉപ്പൊക്കെ ബുറുവായിട്ട് ആൾക്കാരാ. പിന്നെ ജിബ്രാനി അതും ഉള്ളിയല്ലേ കണക്കാക്കി തന്നുങ്ങാണ്ട് അജുബേ കണക്കാക്കി തന്നുങ്ങാണ്ടേ ഉള്ളിയല്ലേ അതിനെന്ത് എങ്ങനെ സെന്റിമെന്റ്സ് ഉണ്ടാവണം. പിന്നെ അങ്ങനെയൊന്നും കരുതണ്ട, ഓരും കരുതണ്ട കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടോ അവനാനിപ്പോ ജയിച്ചാ കുഞ്ഞോളെ ഇക്കാരം മിക്കവാറും. ഞാൻ ജയിച്ചിട്ടും കാര്യമില്ല, പേരേ കിട്ടുള്ളൂ. പൈസ അനക്കും കിട്ടും. ആരാറിന്റെ പേരെ കിട്ടുള്ളൂ. ഞാൻ തരാം, പിന്നെ എന്റെ പൈസ കൈ പറ്റുമോ? ആരാ അന്ന് എനിക്ക് കഴിയൂല. എന്നാളിപ്പോ ജയിച്ചിട്ട് കിട്ടി. പണ്ട് തറവാട്ടിലായിരുന്നു കൊറേ കട്ടുകൾ. അന്ന് ശരിക്കും ഞാനും ജയിച്ചിക്കണേ. ഞാൻ എന്നിട്ട് പൊട്ടത്തേങ്ങാണ്ട് മത്സരത്തില്ലേ ഞാനൊരു ശരിക്കും നോക്കിയാണ്ടതും. ഞാൻ 2 തിന്നൂറുള്ളൂ പറഞ്ഞേ, ഞാൻ 3 തിന്നിക്കണ്. വേദിയിൽ ഉള്ളി തൊലിക്കൽ മത്സരമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്താനുള്ള മത്സരത്തിൽ പ്രേക്ഷകർ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെയും കൂടി ഇത്ര ഇതില് നോക്കി കാണൂല. അമ്മാന്റെ കയ്യാനായി. ജബ്രാൻ പറഞ്ഞു കൊടുക്കണേ മിച്ചി എളുപ്പതാക്കി കൊണ്ടിട്ടോ. മിച്ചി എളുപ്പം തിന്നണം കേട്ടോ ആദ്യം. അത് കഴിയാനായി പാസ് കുട്ടിന്റെ പൂളല്ല ഇട്ടിട്ടില്ലടി. പൂളി ഇട്ടിക്കണ ഒക്കെ തുള്ളിച്ചിട്ടത് ഒക്കെ ഇട്ടിട്ടില്ല. ആ പൂളൊക്കെ ഇട്ടൂടെ. എന്നാ ഇനി കുറച്ചും കൂടി ഇടുക. കുമ്പളങ്ങ മറ്റത് കഴിഞ്ഞ അയ്യാരാ ഇക്കൊക്കെ ആക്കിക്കണേ. കൂട്ടാക്കോ അതിനെന്താ കൂലി? ഫേമസ് അതിന് ഓനെന്തേലും പാട്ടാണെങ്കിൽ ഇതിനൊക്കെ എന്തേലും കൊടുത്തു. ഓനോ അല്ലെങ്കിൽ പൈസ ഇല്ലേ കുട്ടിയാക്കും. മീഞ്ച ഉള്ളി ചാടി ആ ഉള്ളി എടുത്താ ഓന് പാട്ടാടിനെങ്കിൽ ജയിച്ചു. ഓന് നല്ലപോലെ എന്നും വന്ന് പാട്ടാടും എന്നും കൊടുക്കുമല്ലോ പൈസ. ഒരു പാട്ടിന് 20 ഉറുപ്പിക വെച്ച് കൊടുക്കുമല്ലോ. മതിയല്ലോ എന്നും വന്നോണ്ടിരിക്കും. പുതിയ പുതിയ പാട്ട് പാടണം. പാടാന് പാടിയെന്നെ പാടാൻ പാടില്ല അല്ലേ? ഓരോ പാട്ട് പഠിച്ച 30 ഉറുപ്പിക പാട്ടിന് തരും ചെയ്തോ. എന്നും പാട്ട് പഠിച്ചോണ്ടി.
നല്ല പാട്ടായിരുന്നു. വരുമാനമാണ്. വരുമാനത്തിന് എന്തും ചെയ്യും. സീതോ റിസ്ക് എടുത്ത് പഠിച്ചോ. വരുമാനത്തിന്റെ അല്ല, സിധുവിന് ജനങ്ങളോട് കഴിവുണ്ട്. പാട്ട് അംഗീകരിച്ച് തുടങ്ങിയ അവനൊക്കെ വലിയ കലാകാരനോ. പെരുക തോന്നി. മാമ മീൻ നന്നാക്കണ മാതിരി. ഇങ്ങനെയാണെങ്കിൽ കത്തിക്കൊണ്ട് പോകാൻ മതി. കുഞ്ഞാളെ ഞാൻ ഒരിക്കങ്ങനെ വിചാരിച്ചു കത്തി കൊണ്ടുപോയി. ഞാൻ വിളിച്ചപ്പോ അതൊക്കെ ചോദിച്ചാൽ കരുതി. കത്തി എന്നും തന്നെ തൊളിച്ചണിയില് ഞങ്ങളെ കത്തി കൊണ്ടുവരുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് പപ്പായ ചലഞ്ച് വെക്കണം കേട്ടോ. അപ്പൊ അതേമാതിരി അത് രസാക്കാര. നമുക്ക് ആ പൂളല്ലെങ്കിൽ അവിടെ ഉണ്ട് പൂള പുള ഉണ്ടായില്ലേ, അതിക്കൊന്നും കൂടി ഇട്ട് ഒരു വട്ടം കൂടി ഒന്ന് കൂക്കിച്ച. പപ്പായ തൊലിച്ചുകൊണ്ട് തൊലിച്ചല്ലോ ചെത്ത. ഫുള്ള് തിന്ന് പോകണം. ഈ വറ്റില് പപ്പായക്കാർ കൊണ്ട് ഞാൻ റെഡി. പൂളൊറ്റക്ക് വെച്ചിങ്ങാണ്ട് ഏക്കടെ കൂട്ടിയാൽ മതി. അങ്ങനെ മതിയോ? ആരാണ് വിജയിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? പ്രഡിക്ഷൻ ലിസ്റ്റ് വല്ലതുണ്ടോ? ഇതിലുണ്ട്, ഇഷ്ടമാതിരി ഉണ്ട്, പഠിക്കണ്ട. എൻ്റെ അമ്മച്ചി തൊലിയൊക്കെ ഇട്ടിക്കാണ്, കാണൂലല്ലോ എന്നാ. നിങ്ങളത് എട്ടിക്കാൻ വേണ്ടിട്ട് ഓനുണ്ട് എഴുതിക്കോട്ടെ കയ്യാനായാലോ. ഇങ്ങനെ നിന്ന് നന്നാക്കുമ്പോഴേ നമ്മള് കുടീനെ മത്തി ചലഞ്ച് നടത്തിയത് ഓർമ്മല്ലേ? അനുവിന്റെ ചാനലിൽ ഒരു ദിവസം നടത്തിയില്ലോ. എന്നിട്ട് കാക്കു വന്ന് മാർക്ക് ഇടാൻ വന്ന അടിയായി അവസാനം ഞാന്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റീനി. ഉണ്ടാക്കണേ രസമുണ്ടോ? എന്നാ പുതിയ ഇനി എന്നോ പിന്നെ ഇന്ന് അവിടുന്ന് ഡ്രസ് ഇട്ടീനി. എന്നിട്ട് എൻ്റെ കുട്ടിക്ക് മനസ്സിലായില്ല. നിങ്ങളെല്ലാരും പോകി നിങ്ങള് ആളില്ല തറവാട്ടില് നിർത്താനേ. നിങ്ങൾ പോകല്ലേ? പോയില്ലേ? എപ്പോഴൊക്കെ ഞങ്ങള് 3:30 ട്രെയിന്. 3:30 ഇവിടെ എത്തൂല വഴമ്പലത്ത്. അങ്ങോട്ട് എങ്ങനെ പോയത്? അങ്ങോട്ടും ട്രെയിന്. പിന്നെ ചെറുകാരിക്ക് ചിഞ്ചുവിൻ്റെ ഇപ്പ ഞങ്ങളെ പിന്നെ ഇവിടുന്ന് പോയി പെരിന്തൽമണ്ണെന്ന് പിന്നെ കുന്നപ്പള്ളി ഇറങ്ങാണ്ട് ബസ്സിൽ കയറി. കുന്നപ്പള്ളി എവിടെയാണ് ചോദിച്ചു ബസ്സാര്. കുന്നപ്പള്ളി ഇതൊക്കെ കുന്നപ്പള്ളിയാണ്, എവിടെയാണ് സ്ഥലം ഏതൊക്കെ പേര് ചോദിച്ചാണ് ഇങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞേ കുന്നപ്പള്ളി ഒരു വീട്ടിലേക്കാണ് പോണത്. ബസ്സാരോട് അല്ലാതെ ഒന്നും പറയാൻ കിട്ടില്ല. കുന്നപ്പള്ളി ഒരു വീട്ടിലേക്കാണ് പറഞ്ഞു ഞാൻ. അപ്പൊ പറഞ്ഞു കുന്നപ്പള്ളി ഒരു വീട്ടിൽ. അപ്പൊ അയാൾ ചിരിച്ച. പിന്നെ കുന്നപ്പള്ളി ഒരു വീട്ടിലേക്കാണ് പറഞ്ഞിട്ടേ. കുന്നപ്പള്ളി കൊറേ വീടുണ്ട്. കുന്നപ്പള്ളി കൊറേ വീടുണ്ട്, പല സ്ഥലത്തു കൂടി വീടുണ്ട് പറഞ്ഞു. അല്ല എന്നിട്ട് എങ്ങനെ അതിൽ ഞങ്ങൾ എത്തടുന്ന ഫസ്റ്റ് കുന്നപ്പള്ളി അറിയണോർത്തോട്ട് ഇറങ്ങി. എന്നിട്ട് കൊറേ ദൂരം അവിടെ എല്ലാവരും ഇറങ്ങുക. എന്നിട്ട് പിന്നെ ചിഞ്ചുവിന്റെ മാമൻ കൊണ്ടുവരാൻ നിൽക്കാണ്. പിന്നെ ഓലെ പേരന്റെ അവൾക്ക് വണ്ടി ബസ് ഉണ്ട്. അപ്പൊ ബസ്സില്ല, ഓലെ പേരന്റെ കുറച്ച് എന്നാലും പിന്നെ ഇതാക്കാനുള്ളൂ, നടക്കാനുള്ളൂ. എൻ്റെ അമ്മ കുഞ്ചിച്ചെന്താ അല്ല ഇത് കാലിയാ പോരെ? ക്ലീനിങ് നോക്കുവല്ലോ അല്ലേ? കാല് കടയുണ്ട്. ആരാണ് ഈ മത്സരത്തിലെ വിജയി എന്നറിയുന്നതിന് വേണ്ടിയുള്ള മത്സരം അനൗൺസ് ചെയ്തു. ഗൈസ്, ആരായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ ഗൈസ്? അജ് എങ്ങനെ ആട്ടാപ്പിക്ക നീറ്റല്
ബാക്കൊക്കെ മറച്ചണ്ട് ഇടും. ടൈൽസുമ്മ പോയി തലടിച്ചുകൊണ്ട് ഇറങ്ങി പോയിക്കോ. അല്ലാച്ചും ഇങ്ങനെ ഒരു ടേബിൾ ഇങ്ങനെ ഉണ്ടാണ് പോകുന്നത്. നോക്ക മമ്മ വല്ലേ ഇതിക്ക് ഇട്ടിക്കണോ മാമാന്റെ ആ തൊലീന്റെ ഉള്ളില് അതൊക്കെ തന്നെ പറഞ്ഞോളൂ ഇച്ചറിയാം. ആക്കെ ഉണ്ടോ നോക്കട്ടെ. അര കിലോ ഉള്ളി തോല് പൊളിക്കുന്ന മത്സരം. ലോകത്തിലെ ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മാല മാതിരി ഉണ്ടാക്കണം. മാല മാതിരി പേരെഴുതിങ്ങണ്ടേ ഇട്ടുകൊടുക്കാനേ കൈത്തിലിട്ടു. ഗൈസ് കുഞ്ഞോള് പറഞ്ഞ എന്താ വെച്ചാലേ നമ്മളൊരു മാല മാതിരി തൊലിച്ചിന്നില്ല പേര് ബിഗ് ബോസിലൊക്കെ കാട്ടുന്ന മാതിരി ഇവിടെ മാലയമ്മ ഇങ്ങനെ എഴുതിയാണ് തൂക്കണം അടുത്ത മത്സരത്തിൽ വരുമ്പോ. തൊലിച്ചിന്നില്ല ബെസ്റ്റ് തൊലിച്ചി. ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിനുള്ള അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനൽ നിൽക്കുന്ന മത്സരമാണ് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിർത്തലേ ഗൈസ്, ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിനുള്ള മത്സരമാണ് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ആ തൊലിച്ചി? ഉള്ളി തൊലിക്കൽ മത്സരം. 1/2 കിലോ ചെറിയ ഉള്ളി ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം തൊലിച്ചിട്ട് നമ്മുടെ പേര് കരസ്ഥമാക്കുന്നത് ആര്? അയച്ചെന്ന് പറയട്ടെ ഗായ്സ്. ലോകത്തിൽ ആദ്യമായി അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനലിൽ ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിനുള്ള മത്സരം. ആരാണ് ഏറ്റവും കൂടുതൽ ഉള്ളി തോല് പൊളിക്കുന്നത്? തൊലിച്ചികളുടെ മത്സരം. അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനലിൽ മാത്രം 1/2 കിലോ ചെറിയ ഉള്ളി ആരാണ് ആദ്യം തൊലിച്ചു കഴിയുന്നത് എന്ന് നോക്കുന്ന മത്സരം. മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് 100 രൂപ പ്രോത്സാഹന സമ്മാനവും തൊലിച്ചുകളുടെ നേതാവ് എന്ന് പറഞ്ഞ് സർവോപരി തൊലിച്ചി എന്ന പേരും നമ്മൾ നൽകുന്നതാണ്. ചമ്മലിന്റെ ഉള്ളിലില്ലേ? ചമ്മലിന്റെ ഉള്ളിലോ? മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കയറൊലിച്ചിടേ? എത്രയാടേ ജിബ്രാനെ ഇവിടെ വന്നാ. ഞാൻ ആ വൈഫൈന്റെ കേബിൾ വരെ ഉണ്ടായിമേ. ആരായിരിക്കും അത്? അന്തം വിട്ട് നിൽക്കണ്ട കേട്ടോ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിൽ റാഷിദ CP, പ്രശസ്ത ഇൻഫ്ലുവൻസർ റാഷിദ CP, നജ്മ CV, ആയിഷ മൂനിക്കൽ എന്നിവർ കട്ടക്ക് ഒപ്പത്തിനൊപ്പം നിന്നെ ഞാൻ വിടില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ആയിഷുമ്മ നിന്നെ ഞാൻ വിടില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ മൂനിക്കൽ ഒരു ഭാഗത്ത്, തൊലിച്ചി എന്ന സ്ഥാനം മറ്റാർക്കും കൈവിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നജ്മ CV ഒരു ഭാഗത്ത്, തോറ്റുകൊടുത്താലും തത്താതിൻ്റെ അടിയിൽ അയച്ചു തന്നറിയട്ടെ അയച്ചു തന്നിട്ട് കൈ എങ്ങനെയാണ് ഇപ്പൊ തുടങ്ങിയത്? അൻഷിഫ് മൂനിക് ഒരു നിലക്കും ഞാൻ ഈ സ്ഥാനം വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ഒരുത്തിയും ഇവിടെ ഉള്ളി തൊലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ മൂനിക്കൽ ഒരു ഭാഗത്ത് മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് സ്വന്തം നാത്തൂൻ നജ്മ CV ഒരിക്കലും തൊലിച്ചി എന്ന സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നജ്മ CV ഒരു ഭാഗത്ത് മത്സരിക്കുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഇങ്ങേ തലക്കൽ റാഷിദ CP തോറ്റുകൊടുത്താലും വേണ്ടിയില്ല, സമ്മാനമായ തൊലിച്ചി എന്ന നാമം ഉമ്മാക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതിനുശേഷം ഉമ്മയെ തൊലിച്ചി എന്ന് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റാഷിദ CP സ്ലോ മോഷനിൽ ഉള്ളി തൊലിക്കുമ്പോൾ ആരായിരിക്കും ആ വിജയി?
നല്ലൊരു ഉള്ളി തൊലിക്കൽ മത്സരം നേരിൽ കണ്ടാസ്വദിക്കുന്നതിനു വേണ്ടി ഇന്നാട്ടിലെ മുഴുവൻ ഉള്ളി തൊലിക്കൽ പ്രേമികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് അൻഷഫ് മോനിക്കൽ യൂട്യൂബ് ചാനലിലേക്ക്. കത്തി മുറിച്ചെന്നറിയണ സാധനം മൂർച്ചയില്ലാത്ത കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ആയിഷ തൊലി നോക്കുമ്പോ കയമ്പടക്കം പോകും. തറവാട്ടിൽ നിന്ന് കായമ്പടക്കം പോരുന്ന തൊലി പറച്ചിൽ എനിക്ക് മനസ്സിലായി. അത് കമ്മിറ്റി തീരുമാനം മാറ്റുന്നതാണ്. ഒരു മാറ്റലും മാറ്റൂല എനിക്ക് തോന്നുക. അമ്മേ ഇച്ചന്നെ വേണം ആ പേര്. ഉമ്മാക്കന്നെ വേണം ആ പേര്. വിളിച്ചണ്ട ജയം സമ്മാനം കിട്ടിയ തൊലിച്ചിയെ തന്നെ വിളിച്ചുട്ടമ്മ. ഇപ്പൊ തന്നെ പറഞ്ഞുതരാ, ഞാൻ അതിന് ക്യാപ്പ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. തൊലിച്ചൊന്നും വിളിച്ചണ്ട. ആ ആരായിരിക്കും ആ വിജയ്? വേദിയിൽ സ്റ്റേഡിയത്തിൽ ഇതാക്കണേ, സ്റ്റേഡിയത്തിൽ ഇതാക്കണേ. നിങ്ങളെല്ലാവരും ആവേശത്തോടു കൂടി കാത്തുകൊണ്ടിരിക്കുന്ന വമ്പിച്ച തൊലിച്ചി മത്സരം, ദ ബെസ്റ്റ് ഓഫ് ദി തൊലിച്ചി ഓഫ് ദി ഇയർ. ആരാണ് ആ വിജയ്? മത്സരം കടുകടുക്കുന്നു ഗായ്സ്. സമയത്തിന്റെ അവസാന പരിധിയിൽ നിന്നും സമയമില്ലാത്തത് കൊണ്ട് എത്ര നേരവും തൊലിക്കാം തൊലിച്ചികൾക്ക്. ആരായിരിക്കും ആ വിജയി? റാഷിദ CP തൊലി മാത്രം ഒരു മൂലക്കൽ കൂട്ടിവെക്കണം എന്നറിയിക്കുന്നു. കാരണം മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ മത്സരം മറ്റുള്ളവരുടെ ഉള്ളി നോക്കി മത്സരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ കുഞ്ഞോൾ അത് സൈക്കോളജിക്കലായിട്ട് വളവിന് നിൽക്കരുത്. റാഷിദ CP നീ ഒരിക്കലും വളവിന് നിൽക്കരുത്. നമുക്കത് പാടില്ല റാഷിദ CP, നമുക്കത് ഇഷ്ടമില്ല റാഷിദ CP. അതെ, മറ്റൊരാൾക്ക് ഉള്ളി എത്രണ്ണമുണ്ട് എന്ന് നോക്കി മത്സരം കടുകടുപ്പിക്കാനുള്ള അത് കുഞ്ഞോളുടെ ബുദ്ധി. ആരണ പാട്ടിട്ട് പാട്ട് ഓഫ് ആക്കടാ, സൗണ്ട് വർക്ക്. വേദിയിൽ അവസാന നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ചവർക്കുള്ള തൊലിച്ചി എന്ന നാമനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഇതാ വേദിയിൽ അൻഷഫ് മോനിക്കൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുന്നിൽ ഇതാക്കണേ. മണ്ടി വരൂ ഗായ്സ്. നാളെ നെയ്ച്ചോറും കോയും വെക്കണ എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ മതി എന്ന് കുഞ്ഞോളെ. ഉള്ളിക്കോയി വെക്കല്ലേ നാളെ അല്ലെങ്കിലും. അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളി കൊണ്ടാട്ടെ നമ്മൾ ഇനി നാളെ ഉള്ളിക്കോഴി വെക്കാൻ പോണത്. എന്നാ വെക്കണില്ല ഗൈസ്, വെക്കുന്നില്ല കേട്ടോ ഗൈസ്. ആരായിരിക്കും വെറും 10 ഉള്ളിയുമായി റാഷിദ CP ഒരു ഭാഗത്ത്, വെറും 12 6-7 പോയാൽ ഉള്ളി നിലത്ത് ചാടിയാൽ അത് കമ്പനി തിരിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ തൊലികളിൽ നമ്മൾ തപ്പും കേട്ടോ. അതിലുള്ളി ഉണ്ടെങ്കിൽ വീണ്ടും തൊലിക്കേണ്ടി വരും കേട്ടോ. അന്തം വിട്ട കളിക്ക് നിൽക്കണ്ട കേട്ടോ. മത്സരത്തിൽ വേദിയിൽ ആയിഷുമ്മ ഞാൻ അങ്ങനെ കള്ളപ്പത്രം കൂട്ടുന്ന ആളല്ല. കള്ളപ്പത്രല്ല കള്ളാപാത്രം. കള്ളക്കളി. നിങ്ങളവിടെ എന്താ പറയല് ഗൈസ്? കള്ളക്കളി കൂട്ടണ പോലെ നിങ്ങൾ എന്താ പറയല്? കള്ളപ്പാത്രം എന്നല്ല അറിയാ. ഗൈസ് അപ്പം നിങ്ങളിഞ്ഞേ അടുത്ത ചലഞ്ചുകളൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ അടുത്ത വെറൈറ്റി ചലഞ്ചുകൾ നമുക്ക് ഫാമിലിക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഇതേപോലെ ചെയ്യാൻ പറ്റിയ ചലഞ്ചുകൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പം മറക്കരുത് ഗൈസ്. പിന്നെ നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ബ്ലോഗ് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. അതിൽ ചെന്നുകൊണ്ട് കമൻറ്റ് ഇടുക, നല്ല കമൻറ്റ്, പോസിറ്റീവ് കമൻറ്റ്. ഇതിലിട്ടോണ്ടി, ഇതിലിടണ്ടെന്നുള്ളതല്ല, ലൈക്കും കമൻറ്റും. ആ ആൾ നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും അടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലൊരു കമൻറ്റിനെ നമ്മൾ പിൻ ചെയ്ത് വെക്കും. ആ പിൻ ചെയ്ത കമൻറ്റിന് നമ്മൾ ഒരു ചുരിദാർ സമ്മാനം കൊടുക്കുന്നതാണ് ഗൈസ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ അയച്ചു തരണം കേട്ടോ. ആ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തന്നെയാണെന്നുള്ളതിൽ തെളിവായിട്ട് നമ്മൾ ആ യൂട്യൂബിൻ്റെ മുകളിലുണ്ടാവുമല്ലോ നിങ്ങളെ അക്കൗണ്ടിൻ്റെ പേരും ഇതും കാണിക്കുന്നത്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതാണ്. കുറച്ച് പൈസ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് കിടക്കട്ടെ. വീഡിയോ ഏറ്റവും കൂടുതൽ കാണണം കേട്ടോ. കുറേ നേരം സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കൊക്കെയാണ് നമ്മൾ സമ്മാനം ഇത് ചെയ്യണത്.
ഓലെ കമൻറ്റാണ് നമ്മൾ പിൻ ചെയ്യുക. ഓക്കെ, എന്തേലും കമന്റ് എടുത്ത് നമ്മളെ വീഡിയോ ഫുള്ള് കണ്ട് അയിലിനെ പറ്റി കണ്ടൊരു കമന്റ് ഇട്ട്. അപ്പൊ ഇന്നത്തെ കമന്റ് ഒക്കെ പിന്നെ നമ്മളിനി ചോദ്യങ്ങൾ ചോദിക്കും. ആ വ്ളോഗിൽ എവിടെയെങ്കിലും ഞാനൊരു കാര്യം പറയും, ഒരു ജനറൽ നോളേജ്. ആ ജനറൽ നോളേജിനുള്ള ഉത്തരം എന്ത് ചെയ്യും? അതായത് ജനറൽ നോളേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഉത്തരം പറയാം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചോദ്യമല്ലേ ചോദിക്കുക. അപ്പം എൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടീൻ്റെ പേര് ഇതാണ് കേട്ടോ എന്നൊക്കെ പറയും വ്ളോഗിൻ്റെ അടിയിൽ. പിന്നെ ഞാൻ അതിനുള്ള ഉത്തരം ഇതാക്കുന്ന ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കണ ഒരാൾക്ക് നല്ലൊരു കമൻറ്റ്. ചീഞ്ഞതോ? ചീഞ്ഞത് അവിടെ വേറെ വെക്കണം, കാരണം അത് പറ്റളിഞ്ഞതാണെങ്കിൽ വേണ്ട. മത്സരം അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വേദിയിൽ ആയിഷുമ്മ അവസാന ഉള്ളി തൊലിക്കുകയാണ്. പക്ഷെ വൃത്തിയില്ല കേട്ടോ, ഉള്ളിയുടെ മൂടും മുന്നും പോയിട്ടുണ്ട്. പല ഉള്ളിയുടെയും അരക്ക് താഴെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഇല്ല നന്നാക്കല് മാമാൻ്റെതും കുഞ്ഞോളതും ഉണ്ടോ, അത് നമ്മൾ എടുത്ത് പറയണം. പക്ഷേ ഇതിൽ മത്സരം ഫിനിഷിംഗ് അല്ല, ഫിനിഷിങ്ങും ആണ് ഏറ്റവും നല്ല ഉള്ളി പെട്ടെന്ന് തൊലിച്ച് നന്നാക്കുക എന്നുള്ളതാണ്. ഇത് കത്തി മൂർച്ചല്ല കത്തി കൊണ്ടിരുന്നിട്ട് തൊലിച്ചരാം നല്ല രീതിയിൽ. അപ്പൊ ഗൈസ് മത്സരം ഏകദേശം അവസാന നിമിഷമായി. മകന് ഉള്ളി ഉണ്ടോ നോക്കാണി. ഇതൊക്കെ കേടാണ്. അതില് നോക്കണം. ചമ്മല് തപ്പിയിട്ട് ഒരു ഉള്ളി കിട്ടിയാൽ ബലത്ത് കഴിയുന്നതിന് മുന്നേ ഇപ്പൊ ഉണ്ടെങ്കിൽ ബലത്തൊന്നും എത്തിയിട്ടില്ല. ഞങ്ങളപ്പോ ഉണ്ടെങ്കിൽ വേഗം തൊലിച്ചോളി. ഗൈസ് പച്ച ഉള്ളി എന്നാ ധൈര്യം ഉണ്ടോ? ഞാൻ നോക്കിക്കോണ്ട് ക്യാമറ മുന്നിൽ ഞാൻ നോക്കിക്കോണ്ട്. അപ്പൊ ഗൈസ് വേദിയിലിതാ ഏറ്റവും വലിയ തൊലിച്ചിയായി ആയിഷുമ്മയെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഉള്ളി ഫുള്ള് കഴിഞ്ഞില്ലമ്മ. 1/2 കിലോ ചെറിയ ഉള്ളി വെറും 40 മിനിറ്റ് കൊണ്ടോ 40 മിനിറ്റ് ഒക്കെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? കാരണം നമ്മൾ 10-15 മിനിറ്റ് നമ്മൾ മറ്റേ വീഡിയോയിൽ എടുത്തത് കമൻറ്റ് സെക്ഷനല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ചത് ആയിഷ മൂനിക്കലാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ച സെക്കൻഡ് സ്ഥാനം റാഷിദ സിപ്പിക്കാണ്. അപ്പം അതിനൊരു ഇടത്തരം തൊലിച്ചിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇടത്തരം തൊലിച്ചിയായി ആയിഷുമാനെ റാഷിദ സിപ്പിയെയും മെയിൻ തൊലിച്ചിയായി ആയിഷുമാനെയും നമ്മൾ പരിഗണിക്കേണ്ടി വരും. അതെ 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 തൊലിച്ചിന്നില്ല സ്ഥാനം വേണ്ട. ഞാൻ എന്താ ഇതിലെങ്കിലും ജയിച്ചണമെന്നില്ല വാശിയുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ തൊലിച്ചി ഇത് ജയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. മാമനെ കൊണ്ടുവരാൻ ആപ്പാപ്പ വന്നിട്ടുണ്ട് ഗൈസ്. ഏറ്റവും വലിയ തൊലിച്ചിയെ കണ്ടെത്തുന്നതിലുള്ള മത്സരമാണ്. ഉമ്മേനെ ഏറ്റവും വലിയ തൊലിച്ചി. കുഞ്ഞോള് ഉമ്മാനെ ജയിപ്പിച്ചാണ്ട് വേണം തൊലിച്ചിന്ന് വിളിച്ചാണ് കുഞ്ഞോള്. അപ്പൊ ഗൈസ് മത്സരം കഴിഞ്ഞില്ലേ? ഏകദേശം കഴിഞ്ഞില്ലേ? ഇത് കുഞ്ഞോളെ ഐഡിയ ആണ്. വെറും തീറ്റ ചലഞ്ച് എത്ര ആക്കണ്ട. നമ്മക്ക് ഇതേമാതിരി ഉള്ളി തൊലിച്ചത് ഏതായാലും 50 റുപ്യ കൊടുക്കണ്ടേ ലൈവില് വരുന്നവർക്ക്. ഇതൊക്കെ വളരെ കുപ്പിയിലിട്ടച്ചടാ. എൻ്റെ ഫ്രിഡ്ജിൽ കയറ്റിയാൽ മതി. ഉള്ളി കുറച്ച് എടുത്തോളി കേട്ടോ. കുറച്ച് അപ്പൊ സമ്മാനം ഉണ്ടാവില്ലെന്ന്. 50 റുപ്യൻ്റെ ഉള്ളിയാണതേ. തൊലിച്ചത് അവനാൻ കൊണ്ടുപോവുകയാണെങ്കിലേ പിന്നെ എന്തിനാ ഞാൻ നടത്തുന്നത്? തീറ്റ മത്സരം പാളിയിട്ടാണ് നമ്മൾ ഇതാക്കിയത്. മറ്റേ തിന്ന് തീർക്കുകയാണതേ. നമ്മൾ അത് ഒഴിവാക്കിയാണ് ഈ കളിക്കിറങ്ങിയത്. ഒരു 1/4 കിലോ ഉള്ളി മാമാക്കും 1/4 കിലോ ഉള്ളി തറവാട്ടുക്കും കൊടുക്കണതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? നാളെ നിങ്ങളെ അഭിപ്രായം അറിഞ്ഞിട്ട് കൊടുക്കണോളൂ. ആവശ്യം ഉണ്ടാവും. ഇത് ഇങ്ങനെ കൊടുക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. ഉള്ളിക്കൊയ്യ വെക്കാനാണതേ. എന്നാലും എത്രങ്ങാനും ഉള്ളി ഉണ്ട്. ഓരത്രയും കഷ്ടപ്പെട്ട് തൊലിച്ചിട്ട് അതിനെന്താ കായ് കൊടുക്കുന്നില്ലേ? പേരും കിട്ടിയില്ലേ? പേരും കിട്ടിയിങ്ങനെ ഏറ്റവും നല്ല വലിയ തൊലിച്ചി ഐഷുമ്മ. നമ്മൾ തന്നെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടി വിയിലിട്ട
നമ്മളെ ലൈവ് കാണാൻ ആളില്ലായിട്ട് കഴിച്ച് ഞാൻ ടി വിയിൽ ഇട്ടേക്കല കേട്ടോ നമ്മളെ ലൈവ് ഉള്ളിമ കളിച്ചാൽ ഇനി ഏതായാലും 4 ഉള്ളി കൂടി തൊലിച്ചാണ്ടേ ആ ഒരു ഇതേ ഉമ്മ തൊലിച്ചത് ഒരു പൗദ്യം എടുത്തോട്ടെ കേട്ടോ അതാകുമ്പോ വൃത്തിയില്ല ഉമ്മ തൊലിച്ചുള്ളിയുടെ കേസുകള് അതായത് ഉള്ളിന്റെ കോല കണ്ടോ ഉള്ളിക്ക് എന്താ കുഴപ്പം ഉള്ളിക്കല്ല അതായത് ഉള്ളി ഒരു ഫിനിഷിങ് ഇല്ല ഉമ്മ ചെത്തി കളഞ്ഞേക്കാണ് ഒരു ഉള്ളിയാണേ ഒരു ഉള്ളി വെച്ചാണ്ട് നോക്കാണ് ഈ സൂചി മാതിരി ആക്കിക്കണ് ചെത്തി കുറിപ്പിച്ചിട്ട് പക്ഷെ ഉമ്മാന്റെയും മാമാന്റെയും കുഞ്ഞോളി ഉള്ളി തൊലിച്ച് നല്ല ഫിനിഷിങ് ഉണ്ട് മാമാനിലേറെ ഫിനിഷിങ് ഉണ്ട് കുഞ്ഞോള് ഉള്ളി കാണാൻ മാമാന്റെ ഇതേപോലെ ഈ തുഞ്ചി ഇതാക്കണേ ഈ സാധനം ഇതില്ല ഉമ്മ ഫുള്ള് ചെത്തി കുറിപ്പിച്ചേക്ക പമ്പരം കുറിപ്പിച്ചിട്ട് കുറിപ്പിച്ചേക്ക ഉമ്മ മതിയായിരുന്നു കത്തിയൊക്കെ ടോസ് ഇട്ടാണ് കൊടുത്തിക്കണേ ഞാൻ വലുതല്ലേ അപ്പൊ വലിയ കത്തിച്ചെന്നുള്ളത് എന്നിട്ട് ടോസിൽ ഉമ്മാക്ക് നല്ല കത്തി കിട്ടി ഇത് കിട്ടി അതെന്ത് ചെയ്തു ഉമ്മ പോലും എന്ത് ചെയ്തു അങ്ങോട്ട് അതുകൊണ്ടല്ല നിങ്ങളെ സ്നേഹം കൊണ്ടല്ല നിങ്ങൾക്ക് ആ കത്തിയാണ് വേണ്ടത് നല്ല മൂർച്ചയാണ് പറഞ്ഞു ജയ് ഒരു പാത്രം എടുത്തു വന്നാ ഇനി സമ്മാനദാനവും ഇതുമാണ് അപ്പൊ ഗൈസ് വേദിയിൽ ഇനി സമ്മാനദാനമാണ് നടക്കാൻ പോകുന്നത് ബെസ്റ്റ് തൊലിച്ചിക്കുള്ള സമ്മാനദാനം ഓക്കെ തൊലിച്ചിന്റെ പൈസ എന്നാ തൊലിച്ചാറാണ് തരണ്ടേ എന്ത് ആ 4 കൂടി തൊലിച്ചാണി എന്നാ പിന്നെ ഞാൻ ഇനി അതിന് നിക്കണ്ടല്ലോ ഉള്ളി ഉണ്ടാവൂല അതൊക്കെ ഉണ്ട് ചലഞ്ച് ഏറ്റവും ആദ്യം വീട് പണി ഫുള്ള് കഴിച്ചോൾക്ക് അത് ഇനി കൊണ്ടുവച്ചോളെ ആ ഉള്ളി എന്താ ഞാൻ അത്യാവശ്യത്തിന് ഒക്കെ അപ്പൊ ഇത് പറ്റൂല തൊലിച്ചോ പറ്റൂല കുറച്ചൊക്കെ പറ്റും പിന്നെ ഇതാവും അതിന് ഉള്ളിക്കോയി വെച്ചുമ്പോ തന്നെ ഇത് 13:45 കഴിയുമല്ലോ എടുത്തച്ചാ ഇതല്ലേ ഒരു കൊണ്ടുപോകും ഞാൻ അങ്ങനെയൊക്കെ നായിയാണ് ഗൈസ് അങ്ങനെ അറിയണതാണ് ഇഷ്ടം ഞാൻ അതാണെന്ന് ജി ടേബിൾ കത്തിന്റെ അടിയിൽ കൂടെ നടക്കാതെ ഇറങ്ങിപ്പോയിക്കട്ടോ ഇപ്പൊ പോന്നപ്പോ തന്നെ ഇവൽക്കൊക്കെ ലൈവ് ചാർജ് ഒരാൾക്ക് പെർ ഹെഡ് 50 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് പെർ ഹെഡ് നമ്മൾ 50 രൂപ വേറെ കൊടുക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ 2-3 മണിക്കൂറും കൂടി ഇല്ല ആകെ 1 മണിക്കൂറൊക്കെ മാക്സിമം ഉള്ളു ഇപ്പൊ ലൈവും അല്ല കമന്റിൽ കുറേ നേരം കുത്തിർക്കും വേണ്ട കുറച്ചു നേരം നമ്മളെ വ്ളോഗത്തെ കമന്റ് വായിക്കും പിന്നെ നമ്മൾ ചാലഞ്ച് വീഡിയോയിൽ കിടക്കും മറ്റേത് 12 മണി 1 മണിയാകുമ്പോളത് കമന്റും വായിച്ചണം പോരാത്ത കൊള്ളി ഇടണം പോരാത്ത പാട്ടും പാടണം എന്തായാലും പാട്ടല്ലെങ്കിലും പാടേണ്ടി വരും ലൈവിൽ പാടുന്ന മാതിരി പാട്ട് പാടേണ്ടി വരും അപ്പൊ അടുത്തതായി നമ്മളെ സിധുവിന്റെ ഒരു പാട്ടാണ് വേദിയില് സിധു അപ്പൊ അതിന് വേണ്ടിട്ട് റെഡി ആയി സിധുവിനെ എങ്ങനെ വെച്ചാല് നല്ലൊരു പാട്ടിന് പാട്ട് പഠിച്ചിട്ടില്ല പോലെ പിന്നെ എങ്ങനെ വേണേ വളർത്തുക ഒരു പാട്ടിന് 30 ഉറുപ്പ്യ കൊടുക്കാറുണ്ട് ഡാക്സി കൂടി ഇല്ലാത്ര പൈസ പക്ഷെ പാട്ട് ഫുള്ള് പാടും വേണം നല്ല ചൊറുക്കിൽ പാടും വേണം അതിനൊക്കെ പാട്ട് പഠിച്ചാൻ വെക്കണം പാടാൻ അറിഞ്ഞിട്ട് കാര്യമില്ല പഠിക്കണം എന്നുള്ള മൈൻഡ് വേണം അപ്പൊ ഗൈസ് അപ്പൊ വേദിയിൽ ആയുഷ്മാന്റെ ഒരു പാട്ട് സമ്മാനം കിട്ടിയ സ്ഥിതിക്ക് തരി സമ്മാനം വേണമെങ്കിൽ ഗൈസ് നോക്കാണെങ്കിൽ ഉള്ളി ഉണ്ട് 1/2 കിലോ വെച്ചാണ്ട് 2 ആൾക്ക് ഉള്ളി കൊടുത്തില്ല 1/4 കിലോ ഇവിടെ അപ്പൊ ഇനി വേദിയിൽ ആയുഷ്മാന്റെ ഗാനം ബെസ്റ്റ് തൊലിച്ചിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആയുഷ്മാനെ ഉണ്ടോ അപ്പൊ ഗൈസ് നമ്മളെ ഉള്ളി തൊലിക്കൽ മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റ് തൊലിച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആയുഷ്മാനെയാണ് അപ്പൊ ആയുഷ്മാന്റെ സമ്മാനദാനത്തിന് മുമ്പ് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഇതിലെങ്കിലും ജയിച്ചണമെന്നില്ല പൂജിന്റെ പക്ഷെ ഇതുവരെ എത്ര ചലഞ്ചിലും മെനക്കെട്ടിട്ടും ഒന്നിനും പിന്നെ ജയിച്ചാൻ കൂടിയിട്ടില്ല
അപ്പോൾ ഇതിനെങ്കിലും ജയിക്കണം എന്നുള്ള മനസ്സുണ്ട് ഇനി അതുകൊണ്ട് ജയിച്ചു. കൊത്തി കറച്ചാണെങ്കിലും കൂടിയിട്ട് ജയിച്ചിക്കണം. അപ്പോ എന്താ ഈ ഒരു അവസരത്തിൽ ഇനി മാമാക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. അപ്പുറം പക്ക് പിന്നെ മത്സരത്തിൽ തോറ്റങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നന്ദി. എന്താണ് തോൽക്കാനുള്ള കാരണം? എന്തേലും ഇതില് ഈ മത്സരത്തിൽ എന്തുകൊണ്ടാ തോറ്റ്? എന്തുകൊണ്ടാ തോൽക്കാനുള്ള കാരണം എന്താണ്? ഇവര് മുത്തച്ഛിയും മരുവളും മത്സരിച്ചാണ്. പേര് കിട്ടണമെന്നില്ല മത്സരമാണ് ഇവർക്ക്. അപ്പൊ ഏതായാലും ഈ വേദിയില് ഐഷുമാന്റെ ഒരു ഗാനം ഉണ്ടായിരിക്കുന്നതാണ്. ഗാനം പാടിക്കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മള് സമ്മാനദാനം കൂടി കഴിഞ്ഞിട്ട് പോവാം. ആ പണ്ടത്തെ പാട്ട് തന്നെ ഇതറിങ്ങൾക്ക്. ഇന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര. ആ പാട്ട് ഞാൻ സമ്മാനം എടുത്തോണ്ട് മധുരപ്പനം ചക്കര നാലെണ്ണത്തിന്റെ തങ്ങളയാണ് ഉണങ്ങി കടിച്ച കോപ്പര. അടുത്ത കാലത്ത് കൊട്ടൂല. പവട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. അബുദാബിക്കാരൻ പുതുമണവാളൻ ഇക്കാവിനൊരുങ്ങി വരും. ഓ വിളിക്കുമ്പോ പറന്നു വരും. അപ്പൊ നമ്മള് വേദിയിൽ ഐഷുമാക്കുള്ള സമ്മാനദാനമാണ് 100 rupees. ഫോട്ടോ എടുത്തില്ലേ? ഓക്കെ. അതല്ല ഇത് എങ്ങനെ വെച്ചാൽ പറയട്ടെ. ഇതൊന്ന് 100 rupees സമ്മാനം തരിക. പക്ഷെ നിങ്ങളിത് കണക്ക് കൂട്ടിയിട്ട്, കാരണം ഇവിടെ ചില്ലറ ഉണ്ടാവില്ല. അപ്പൊ നാളെയൊക്കെ ഇനി മത്സരത്തിൽ വിജയിച്ചവർക്ക് കൊടുക്കണ്ടേ? ചില്ലറ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കണക്ക് എഴുതി വെച്ചാൽ മതി. പുസ്തകത്തിൽ എഴുതി വെക്കുക. പുസ്തകത്തിലൊന്നും ഞാൻ എഴുതിയേക്കൂല. കുഞ്ഞോള് കണക്കച്ചോട്ടെ. ഞാൻ പറഞ്ഞാ നിങ്ങള് കള്ളപ്പുറത്തും കള്ളപ്പത്രം കൂട്ടാന്നാ മതി. കൂട്ടിയാലാണ് പറയണതേ. അപ്പൊ 100 കൊടുക്കണില്ല. ഈ സമ്മാനം മറ്റേ കൂട്ടിയാൽ മതി. മറ്റേ നാളെ സമ്മാനം കൊടുക്കാൻ 100 ഉണ്ടാവില്ല. പിന്നെ 500 ബാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇന്നലത്തെ കൂട്ടി 200. ഇന്നലെ ഇന്നലത്തെ കൂട്ടിക്കണ ഇന്നലത്തെ തന്നില്ല കൂട്ടിക്കണത്. ഇന്നലെ പൈസ ഇന്നലത്തെ ലൈവ് കൂട്ടിയാണ്ടല്ലേ നമ്മള് പൈസ കൂട്ടി 550 നിങ്ങൾക്ക് ഉണ്ടായില്ലേ? 100 150. മാമാന്റെ കൂട്ടിക്കോളി, കണക്ക് കൂട്ടിക്കോളി. എത്ര ലൈവ് ഉണ്ട് നിങ്ങൾക്ക്? അതില് നോക്കിയാ അറിയാം. നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് 3 ഇന്റെ കണക്കിന്. 3 ഇന്നത്തെ അടക്കം 4 ഉണ്ടാവും. അതിനത് നോക്കോണ്ടി. ഇന്നത്തെ അടക്കം എന്ത് 50 മുതലില്ല. അവിടെ 50 അവിടെ തല്ല. ഞാൻ വരാറ്. പിന്നെ ചലഞ്ചിൽ വിജയിക്കണവർക്ക് 100 rupees വേറെ ഉണ്ട്. പിന്നെ സിധുവിന് പാട്ടാടിന് 30 rupees ഉണ്ട്. സോനുവിന് കുട്ടീൻ്റെ ചന്തയിൽ കൊടുക്കണതിന് 30 rupees ഉണ്ട്. ഇത് കിട്ടുന്ന ഇങ്ങനെ പോകും കൈസ്. അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതല്ല അതിനൊക്കെ എവിടെ അതന്നെ. എത്ര ഇത് ചെലവ് എക്സ്പെൻസീവ് വ്ളോഗാട്ടെ ഞങ്ങൾ ലഭ്യമാക്കണത് നിങ്ങൾക്ക്. അതേപോലെ ചിഞ്ചെന്ന് വരുന്നേ 4 ദിവസോ അതെ ഇവിടെ 2 ദിവസം 3 ദിവസമായിട്ടുള്ള ഓള് പോയിട്ട്. ഓള് എന്നെങ്ങാനും പോയത് അവളെ പെരീക്ക്. നാളെ പരിപാടി നിങ്ങൾക്ക്? നാളെ ഒരു പരിപാടി ആസ്പത്രിക്ക് പോണം. നാളെ പോകണ്ട ആശുപത്രിക്ക്? അപ്പൊ ഇന്ന് പോയിട്ട് വെറുതെ പോന്നില്ലേ? ഇന്ന് ഡോക്ടർ കഴിഞ്ഞാലോ. അപ്പൊ ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് ഇവിടെ കഴിയാണ്. 1 മണിക്കൂറായി. അപ്പൊ ഇനി ഇതിപ്പോ എന്നാ എടുക്കണോ വെച്ചാൽ നിങ്ങളിതിപ്പോ കാണുന്നതിന്റെ തലേ ദിവസം രാത്രിയാണ് നമ്മൾ ഈ വ്ളോഗ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഓക്കെ, ഉച്ചയ്ക്ക് 2:30 നമ്മളെ വ്ളോഗ് ഉണ്ടാവുക. സാധാ നോർമൽ ഡെയിലി വ്ളോഗ്. ആ ഡെയിലി വ്ളോഗിൽ നല്ല കമൻറ്റ് ഇടുന്ന ആളുകളെ നമ്മൾ അതിന് നല്ലൊരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചുരിദാർ സമ്മാനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇനി മറക്കണ്ട, ഇതിലും അതിലൊക്കെ നല്ല കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ശരി ഗൈസ്, മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.